കാട്ടിൽ വലിയൊരു നീണ്ട മരമുണ്ടായിരുന്നു. ഇതിലൊരു ഫലമുണ്ടാകും. അതിന്റെ പേരാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിനെ കാണാൻ വളരെ വ്യത്യസ്തമായ ഒരു രൂപമായിരുന്നു. അതിനെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ മരം നീണ്ടതായതുകൊണ്ട് തന്നെ ആർക്കും അതിനെ എത്തിപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. ഒരു പ്രാവശ്യം കാട്ടിൽ ജിറാഫ് വന്നു. അതിന് ഭയങ്കര വിശപ്പായിരുന്നു. കുറച്ചു ദൂരം അലഞ്ഞിരിഞ്ഞു നടന്നപ്പോ അങ്ങ് ദൂരെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മരം കണ്ടു. എന്നിട്ട് അവൻ ഓടി അതിന്റെ അടുത്തെത്തി. ഇത് കൊള്ളാമല്ലോ. ഇതുപോലൊരു പഴം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതിന്റെ രുചി ഒന്ന് നോക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ആ ഡ്രാഗൺ ഫ്രൂട്ടിനെ അമ്മക്കെന്ന് വയറ്റിലോട്ടാക്കി. ആഹാ, ഇതിന് നല്ല മധുരമുണ്ടല്ലോ. കൊതിയായിട്ട് പാടില്ല. അവൻ നല്ല രസത്തോടെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു. അങ്ങനെ 3 ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചപ്പോ തന്നെ അവന്റെ വയറ് നിറഞ്ഞു. അപ്പോഴവൻ കണ്ടത് അവന്റെ അടുത്തേക്ക് ആന, കരടി വരുന്നതായിട്ട്. ജിറാഫേ, ഞങ്ങള് കണ്ടു നീ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത്. അതെ, അതിനെന്താ? ഇത് കഴിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇല്ല, നമ്മുടെ ഈ കാട്ടിലുള്ള മൃഗങ്ങൾക്കെല്ലാം ഇത് കഴിക്കണമെന്നുണ്ട്. പക്ഷെ ആർക്കും ഇത് പറിക്കാൻ പറ്റുന്നില്ല. നിനക്ക് നല്ല ഉയരമുണ്ട്, പിന്നെ കഴുത്തും നീണ്ടതാ. നീ ഈ കാട്ടിലേക്ക് വന്നപ്പോ തന്നെ നിനക്കിത് കഴിക്കാൻ പറ്റി. സത്യത്തിൽ അതെന്റെ ഭാഗ്യമല്ലേ? ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും ഓരോരോ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചു തരണം. ഞങ്ങളും അറിയട്ടെ ഇതിന്റെ രുചി എന്താന്ന്. ഞാനിപ്പോ ഇത് നിങ്ങൾക്ക് പറിച്ചു തന്നാൽ ഈ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും വന്ന് ഇവിടെ വരി വരിയായി നിൽക്കും. പിന്നെ ഈ പഴം അങ്ങ് തീരും. കാരണം ഇതിന് നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ടേ ഞാൻ മാത്രം ഇത് കഴിച്ചാ മതി. നിങ്ങൾ ഇത് കഴിക്കുന്ന കാര്യം അങ്ങ് മറന്നേക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജിറാഫ് അവിടെ നിന്ന് പോയി. ബാക്കി മൃഗങ്ങളും വിഷമിച്ച് മുഖം വീർപ്പിച്ച് അവിടെ നിന്ന് പോയി. ജിറാഫ് എന്നും ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് അവന്റെ വിശപ്പ് അടക്കുമായിരുന്നു. അവൻ ആരോടും മിണ്ടുക പോലും ചെയ്യില്ല. അവൻ അവന്റെ ജീവിതം അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ തന്നെ നീക്കി. അങ്ങനെ 1 വർഷം കടന്നുപോയി. അവന് ചെറുതായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവന്റെ കാലുകൾക്ക് ബലം കുറഞ്ഞു വരുന്നതായി. അതുകൂടാണ്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രി കാട്ടിൽ ആരോ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അയ്യോ, എന്റെ വയറുവേദനിക്കുന്നേ. രാത്രിയിലെ നിശബ്ദതയിൽ അവന്റെ ഈ കരച്ചിൽ എല്ലാ മൃഗങ്ങൾക്കും കേൾക്കാമായിരുന്നു. പക്ഷെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഈ ശബ്ദം എവിടെന്നായിരുന്നു എന്ന്. രാവിലെ ആയപ്പോ എല്ലാ മൃഗങ്ങളും ഒരു സ്ഥലത്ത് വന്നു. അങ്ങനെ അവരുടെ അടുത്തേക്ക് ഡോക്ടർ മുയലും വന്നു. കരച്ചിൽ രാത്രി തൊട്ട് കേൾക്കുന്നുണ്ടല്ലോ. വരൂ, നമുക്ക് നോക്കാം ആരായി കരയുന്നതെന്ന്. എല്ലാ മൃഗങ്ങളും ഒത്തുചേർന്ന് ആ ശബ്ദത്തിന്റെ അടുത്തോട്ട് പോയി. അവര് നോക്കുമ്പോഴേക്കും ജിറാഫ് തറയിൽ ഇരിക്കുകയായിരുന്നു. അതേ വേദനയിൽ പിടയുകയായിരുന്നു. ഈ ജിറാഫ് എപ്പോഴാ ഈ കാട്ടിൽ വന്നത്? ഇവൻ 1 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. പറയൂ ജിറാഫ്, എന്താണ് നിന്റെ പ്രശ്നം? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? ഡോക്ടറെ, ഇന്ന് രാവിലെ തൊട്ട് എന്റെ കാലിലെല്ലാം നല്ല വേദനയുണ്ട്. പിന്നെ ശരീരമാകെ തളർന്നു പോകുന്നു. എനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല ഡോക്ടറെ. ശരി, എന്ത് ഭക്ഷണമാ നീ കഴിച്ചത്? ഞാൻ 3 നേരവും ഡ്രാഗൺ ഫ്രൂട്ടാ കഴിക്കുന്നത്. 3 നേരം ഡ്രാഗൺ ഫ്രൂട്ടോ? എന്താ ഈ ചെയ്യുന്നത്? അതൊട്ടും നല്ലതല്ല കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതിന് വളരെ മധുരമുള്ളതാണ്. ഇത് തന്നെ 3 നേരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ തുടർച്ചയായി 10 ദിവസം കഴിയുമ്പോൾ നിന്റെ ഷുഗർ ലെവൽ വളരെയധികം കൂടും. പക്ഷെ നീ ആണെങ്കിൽ ഇത് 1 വർഷം കഴിച്ചു. അത് തന്നെയാണ് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം. എനിക്ക് പറ്റിയത് വലിയൊരു തെറ്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമെന്ന്. ഇതിനുള്ള പരിഹാരം കാലിക്കാട്ടിലുള്ള ഗ്രീൻ ഫ്ലവർ ആണ്. ആ പൂക്കൾ വളരെ കയ്പുള്ളതാണ്. പക്ഷെ നീ അത് കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ഇത് ശരിയാകും. പക്ഷേ എനിക്ക് 2 അടി പോലും നടക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എങ്ങനെ പോകും? നീ വിഷമിക്കണ്ട, ഞങ്ങള് പോയിട്ടത് പറിച്ചുകൊണ്ട് വരാം. നീ സുഖം പ്രാപിക്കും ജിറാഫേ. ഞാൻ മരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചു തന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പൂക്കൾ എനിക്ക് പറിച്ചു തരും? നീയും ഈ കാട്ടിലെ അംഗമല്ലേ? അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ നിന്നെ സഹായിക്കേണ്ടത്. ഇതും പറഞ്ഞ് എല്ലാ മൃഗങ്ങളും അവിടെ നിന്ന് പോയി.
ഇപ്പൊ ജിറാഫിന്റെ ബുദ്ധിമുട്ടുകൾ കൂടി വന്നു. അവൻ ചെയ്ത തെറ്റിന് കുറ്റബോധം കൂടി വന്നു. അപ്പോഴേക്കും അവന്റെ അടുത്തേക്ക് പഴയ ശത്രു ആയിരുന്ന ഹിപ്പോ അവൻ വന്നു. എടാ ജിറാഫ്, നീ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ നിന്നെ അന്വേഷിച്ച് കാട്ടിലേക്ക് വന്നതാ. ഇപ്പോ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ആകെ അവശനാ. ജിറാഫ് എന്തെങ്കിലും പറയാൻ അതിനു മുൻപ് തന്നെ ഹിപ്പോ അവൻ ഒരു ഇടി കൊടുത്തു. അയ്യോ, നീ ചെയ്തത് ശരിയായില്ല ഹിപ്പോ. എനിക്ക് വയ്യാന്ന് നിന്നോട് പറഞ്ഞില്ലേ? എനിക്ക് തീരെ വയ്യേ. അവൻ വീണ്ടും വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എല്ലാ മൃഗങ്ങളും അവിടേക്ക് എത്തി. ഡോക്ടർ മുയലിന്റെ കയ്യിൽ ഒരു ഗ്രീൻ ഫ്ലവർ ഉണ്ടായിരുന്നു. എല്ലാരും ഹിപ്പോയിനെ കണ്ടപ്പോ ഞെട്ടിപ്പോയി. ഹിപ്പോ, നീ എന്തിനാടാ ഞങ്ങളുടെ കൂട്ടുകാരെ ഉപദ്രവിക്കുന്നത്? അതെ, ഞങ്ങളൊക്കെ ഇവന്റെ കൂട്ടുകാരാ. നിനക്ക് ഇടി വേണ്ടെങ്കിൽ ഇവിടുന്ന് ഓടിക്കോ, ഇല്ലെങ്കിൽ ഒറ്റ ഇടിക്ക് നിന്നെ ആകാശത്തിലൂടെ പറപ്പിക്കും. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ രക്ഷയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹിപ്പോ അവിടുന്ന് ഓടിപ്പോയി. ഇത് പിടിക്കൂ ജിറാഫ്, ഇത് കഴിച്ചോളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ മുയൽ അവന്റെ മുമ്പിലേക്ക് ഗ്രീൻ ഫ്ലവർ വെച്ചു കൊടുത്തു. ജിറാഫ് ആ ഫ്ലവർ കഴിച്ചു. അത് കഴിഞ്ഞപ്പോ എല്ലാവരും ജിറാഫിന്റെ അടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കുറച്ചേരം കഴിഞ്ഞപ്പോ അവന്റെ വേദന പമ്പ കിടന്നു. അങ്ങനെ അവൻ അവന്റെ കാലിൽ നിൽക്കാൻ പറ്റി. അയ്യോ, എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇനി എന്നോട് ചോദിക്കാം. എല്ലാ സഹായവും ഞാൻ ചെയ്യും. ഇത് കേട്ടപ്പോ എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. എന്നിട്ട് ജിറാഫ് ഓരോ മൃഗങ്ങൾക്കും ഓരോരോ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചു കൊടുത്തു. എല്ലാ മൃഗങ്ങളും നല്ല രസത്തോടെ തന്നെ അതിനെ തിന്നുകയും സന്തോഷിക്കുകയും ചെയ്തു. ആ, ഇത് നല്ല രസമുണ്ട്, നല്ല മധുരമുണ്ടല്ലോ. എങ്കിൽ ഇനിയും വേണേ നിങ്ങൾക്ക് ഞാൻ പറിച്ചു തരാം. വേണ്ട, ഇത് തന്നെ കൂടുതലാ. ഇനി കൂടുതൽ കഴിച്ചാൽ ഞങ്ങളും രാത്രി കിടന്ന് കൂവേണ്ടി വരും. ഇതും പറഞ്ഞിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.